നമുക്ക് സ്വപ്നയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസിലെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വാർത്തയിൽ നിന്ന് തുടങ്ങാം. സ്വർണ്ണക്കടത്ത് വെളിപ്പെടുത്തലിലെ ഗൂഢാലോചന കുറ്റത്തിൽ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും എന്നുള്ളതാണ്. കെ.ടി. ജലീൽ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസിൽ നൽകിയ പരാതിയിലാണ് അന്വേഷണം. സ്വപ്ന സുരേഷ്, പി.സി. ജോർജ് എന്നിവരാണ് യഥാക്രമം 1ഉം 2ഉം പ്രതികൾ. സ്വപ്നയുടെ ആരോപണങ്ങളിൽ വൻ ഗൂഢാലോചന എന്ന നിലപാടിലാണ് സർക്കാർ. ഗൂഢാലോചന പരാതിയിൽ സ്വപ്നയുടെ മൊഴി പോലീസ് ഉടൻ രേഖപ്പെടുത്തും. സ്വപ്ന സുരേഷ് നൽകിയ രഹസ്യമൊഴി കിട്ടാൻ എറണാകുളം ജില്ലാ കോടതിയിൽ ED ഉടൻ അപേക്ഷ നൽകിയേക്കും. TG സജിത്തും ഒപ്പം പ്രസാദ് ഉടുമ്പശ്ശേരിയും സുവി വിശ്വനാഥും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം സൈത്തിലേക്ക്. സൈത്ത്, ഈ സർക്കാരിൻ്റെ ഒരു പ്രതിരോധ നീക്കമായിരുന്നു ഈ പറഞ്ഞതുപോലെ കെ.ടി. ജലീലിൻ്റെ കേസ്, ജലീൽ നൽകിയ പരാതി, അതുമായി ബന്ധപ്പെട്ടിരുന്ന കേസ്. അതിൽ ഗൗരവതരമായ വകുപ്പുകൾ കൂടി ചുമത്തിയ പശ്ചാത്തലമുണ്ട്. ഗൂഢാലോചന, കലാപമുണ്ടാക്കൽ എന്നിവയൊക്കെ അത്രത്തോളം ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. പ്രത്യേക സംഘം അന്വേഷിക്കുന്നു. എന്താണ് അവരുടെ നീക്കം ഇന്നത്തെ ദിവസം? രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെയാണ് സർക്കാരിന്റെ നീക്കം. സ്വപ്നയുടെ പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടാക്കിയ വിവാദം ഇന്ന് 3ാം ദിവസമാണ്. ഇന്നത്തെ ദിവസവും സംസ്ഥാന രാഷ്ട്രീയത്തെ നിർണായകമാക്കുന്നത് സ്വപ്നയുടെ വെളിപ്പെടുത്തലും അതിന്റെ തുടർ വിവാദങ്ങളുമാണ്. ഇതിലേറ്റവും പുതിയ നീക്കമായി ഇന്നലെ വൈകിട്ട് കെ.ടി. ജലീൽ ഇന്നലെയാണ് തിരുവനന്തപുരത്തെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത്. ഈ വിഷയത്തിൽ ഗൂഢാലോചന നടന്നു എന്ന് ആരോപിച്ച്. ഇതിന് പിന്നാലെയാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും കേസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. വൻ ഗൂഢാലോചന സ്വപ്നയുടെ വെളിപ്പെടുത്തലിന് പിന്നിലുണ്ട് എന്നതാണ് സർക്കാരിന്റെ നിലപാട്, പോലീസിന്റെ നിലപാട്. ഇതിന്റെ തുടർ നീക്കങ്ങളിലേക്കാണ് സർക്കാർ കടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് പലതവണ പി.സി. ജോർജുമായി സ്വപ്ന ഗൂഢാലോചന നടത്തി. ഇപ്പോൾ നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ വലിയ തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന നിലപാടിലേക്ക് പോലീസ് എത്തുന്നത്. സ്വാഭാവികമായും പോലീസിന്റെ ഇപ്പോഴത്തെ നടപടി സർക്കാരിന് മുന്നിൽ ഒരു പ്രതിരോധമാണ്, ഇടതുമുന്നണിക്ക് മുന്നിൽ ഒരു പ്രതിരോധമാണ്. അത് പ്രതിരോധം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ പുതിയ നീക്കത്തിന് ഇടതുമുന്നണിയും ലക്ഷ്യമിടുന്നത്. അതായത് സ്വപ്ന സുരേഷ് സർക്കാരിനെതിരെ, ഇടതുമുന്നണിക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ വലിയ തരത്തിലുള്ള ഗൂഢാലോചന നടത്തി. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ എന്ന പുതിയ നീക്കമാണ് ഉണ്ടാവുന്നത്. എന്തായാലും ഇപ്പോൾ ഈ കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിക്കൊണ്ടുള്ള പുതിയ നീക്കത്തിലേക്കും വരുന്നു. എന്തായാലും വലിയ തരത്തിലുള്ള ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടത്തി. സ്വപ്നയ്ക്ക് പിന്നിൽ മറ്റു ചില താല്പര്യങ്ങളുണ്ട്, ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. ഇതടക്കം അന്വേഷിക്കുക എന്ന പുതിയ നീക്കത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. സ്വാഭാവികമായും സർക്കാരിന്റെ രാഷ്ട്രീയ പ്രതിരോധം കൂടിയായി ഈ വിവാദം, ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ മാറുകയാണ്. ഈ നമ്മൾ നേരത്തെ പുറത്തുവിട്ട സൈത്ത്, ഈ പി.സി. ജോർജും സരിതായുമായുള്ള ഫോൺ സംഭാഷണം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ് ഈ കേസിൽ. കാരണം ഈ ഗൂഢാലോചനയിൽ പി.സി. ജോർജിന് പങ്കാളിത്തമുണ്ട് എന്ന് ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ ആരോപിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കാരണമായത് മാറിയ സാഹചര്യമുണ്ട്. സ്വാഭാവികം പി.സി. ജോർജിൻ്റെ മൊഴി എടുക്കേണ്ടി വരും, സരിതയുടെ മൊഴി എടുക്കേണ്ടി വരും, ഒപ്പം സ്വപ്നയുടെയും. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള അന്വേഷണ വഴികളിൽ തന്നെ നീങ്ങുക, ആ ഒരു സാഹചര്യമല്ലേ ഒരുങ്ങി വരുന്നത്? അതെ രഞ്ജിത്ത്, സ്വാഭാവികമായും ഈ കേസിന്റെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ കേസിന്റെ തുടർ നടപടികളുടെ ഭാഗമായി ഇത്തരത്തിലുള്ള മൊഴിയെടുപ്പുകൾ ഉണ്ടാവും. പി.സി. ജോർജിന്റെ മൊഴിയെടുപ്പുണ്ടാകും, ഒപ്പം തന്നെ സരിത, സ്വപ്ന എന്നിവരുടെ അടക്കം മൊഴിയുണ്ടാവും. കാരണം സ്വപ്ന അടക്കം പ്രധാന അക്യൂസ്ഡ് ആണ് ഈ കേസിൽ. അപ്പോൾ സ്വാഭാവികമായും അവരുടെ മൊഴിയെടുക്കുക അടക്കമുള്ള, ചോദ്യം ചെയ്യലടക്കമുള്ള നടപടിക്രമങ്ങളിലേക്കും അത് കടക്കും. മറ്റൊന്നു കൂടിയുള്ളത്, പി.സി. ജോർജിനെ സംബന്ധിച്ച് ഈ കേസ് വേറൊരു തരത്തിൽ കൂടി പ്രതിസന്ധിയാവുന്നു എന്നതാണ്. കാരണം നേരത്തെ വിദ്വേഷ പ്രസംഗ കേസിൽ അദ്ദേഹത്തിന് 2 കേസുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ഈ 2 കേസുകളിലും അതിന്റെ തുടർ നടപടികളുടെ ഭാഗമായി അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തു നിൽക്കുന്നത്. സ്വാഭാവികമായും ഈ കേസ് കൂടി വരുമ്പോൾ അത് പൊതുവിൽ പി.സി. ജോർജിനെ സംബന്ധിച്ച് ഏത് തരത്തിലുള്ള വെല്ലുവിളി ഉയർത്തും എന്ന പ്രധാനപ്പെട്ട ചോദ്യവുമുണ്ട്. എന്തായാലും പി.സി. ജോർജിനെതിരെ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഈ കേസിന്റെ തുടർ നടപടികളുടെ ഭാഗമായി നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ചോദ്യം ചെയ്യലടക്കമുള്ള തുടർ നടപടികൾ നടക്കും. എന്തായാലും ഏറെ നിർണായകമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ സാഹചര്യങ്ങൾ. സ്വപ്ന സുരേഷിന്റെ പുതിയ വെളിപ്പെടുത്തൽ, അതുണ്ടാക്കിയ തുടർ വിവാദങ്ങൾ, അത് 3ാം ദിവസവും സംസ്ഥാന രാഷ്ട്രീയത്തെ നിർണായകമാക്കുകയാണ്. സൈത്ത് തുടരുക. പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട്. പ്രസാദ്, ഏതായാലും സ്വാഭാവികമായും സ്വപ്ന മറ്റൊരു മൊഴി കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നേരിടേണ്ടി വരും. ഈ വിഷയത്തിൽ ഈ പറഞ്ഞതുപോലെ ഇന്നലെ അറസ്റ്റ് നാടകമൊക്കെ നമ്മൾ കണ്ടതാണ്. തട്ടിക്കൊണ്ടുപോകലായി മാറിയ പശ്ചാത്തലം കണ്ടിരുന്നു. അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലായ ഒരു സംവിധാനത്തിൻ്റെ ചില നടപടികളായി അത് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ സരിത്തുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നുണ്ടോ? ഒപ്പം സ്വപ്നയെ ആ തരത്തിൽ ചോദ്യം ചെയ്യാനുള്ള നിലപാടുണ്ടോ? ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ടല്ലോ, അതിൽ അന്വേഷണം കുറച്ചുകൂടി കാര്യക്ഷമമാക്കും ഈ പുതിയ സാഹചര്യത്തിൽ എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ?
രഞ്ജിത്ത്, ആദ്യം തന്നെ ഇന്നലെ സ്വപ്നയ്ക്കെതിരെ സ്വപ്നയ്ക്കും പി സി ജോർജിനും എതിരെടുത്ത കേസിൽ സ്വപ്നയുടെ മൊഴി അടുത്ത ദിവസം തന്നെ രേഖപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, സരിത്തുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്നലെ ലൈഫ് മിഷൻ കേസിലാണ് ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയത് എന്ന് പറയുമ്പോൾ പോലും ഏറ്റവും കൂടുതൽ സരിത്ത് തന്നെ വെളിപ്പെടുത്തിയത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വപ്ന കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വെളിപ്പെടുത്തൽ അത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് നടത്തിയിട്ടുള്ളത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സരിത്തിനോട് ചോദിച്ചത് എന്നതാണ് പറയുന്നത്. അതിൽ ഇന്നലെ ഈ കേസ് എടുത്ത പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുന്നത് സരിത്തിന്റെ ഫോൺ ഒരുപക്ഷെ ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് ഇന്നലെ നടന്നത് എന്നുള്ളതാണ്. കാരണം നിലവിൽ സരിത്തിനെതിരെ മറ്റൊരു കേസ് ലൈഫ് മിഷനുമായി അല്ലാതെ മറ്റൊരു കേസില്ല. ഈ ഒരു സാഹചര്യത്തിൽ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സരിത്തിന്റെ ഫോൺ പിടിച്ചെടുക്കുകയും എന്നാൽ അടുത്തിടെ സ്വപ്നയും അതോടൊപ്പം തന്നെ സരിത്തും സ്വപ്നയും ഒരു മാസമായി പാലക്കാട് തന്നെയാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ സരിത്തിന്റെ ഫോണിലേക്കോ ഈ ഗൂഢാലോചന സർക്കാർ ഉന്നയിക്കുന്നുണ്ട്. അത്തരം വിവരങ്ങൾ, ഫോൺ രേഖകളും അതോടൊപ്പം തന്നെ മറ്റു വിവരങ്ങളും തേടുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഒരു അറസ്റ്റ് നാടകം നടന്നത്. ആദ്യഘട്ടത്തിൽ അത് വിജിലൻസ് ഇത് സരിത്തിനെ കസ്റ്റഡിയിലെടുത്തു എന്നാണ്, നോട്ടീസ് നൽകി കസ്റ്റഡിയിലെടുത്തു എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ജൂൺ 16 ഇനി സരിത്തിന് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് ഹാജരാകേണ്ടത്. അതല്ലാതെ മറ്റൊരു കേസും നിലവിൽ സരിത്തിനെതിരെ വിജിലൻസിൻ്റെ ആയിട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിലെ ഗൂഢാലോചന, അതായത് പി സി ജോർജിനും സ്വപ്നയ്ക്കുമെതിരെ ഇന്നലെ എടുത്ത കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി കൂടിയാവാം ഒരുപക്ഷെ സരിത്തിന്റെ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ടാവുക. പക്ഷേ സരിത്തിന്റെ ഫോൺ പിടിച്ചെടുക്കുന്നതിന് മറ്റ് കാരണങ്ങളില്ലാത്തതിനാൽ അത് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ ഫോൺ പിടിച്ചെടുക്കുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ഈ വിഷയത്തിൽ സ്വപ്ന ഇതുവരെയും, അതായത് കേസെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വപ്ന ഇന്നലെ ഒരു പ്രതികരണം നടത്താൻ തയ്യാറായിട്ടില്ല. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനാണ് സാധ്യത. ഇന്നലെ നമ്മൾ പ്രതികരണത്തിന് ശ്രമിച്ചിരുന്നു, പക്ഷേ അവർ ഇന്നലെ അതിനെക്കുറിച്ചൊന്നും തന്നെ പറയുന്നില്ല എന്നുള്ളത്. എന്തായാലും നിയമപരമായി നേരിടും എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് കലാപശ്രമം, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ഇത് എങ്ങനെ നിലനിൽക്കും എന്നുള്ളതെല്ലാം തന്നെ നിയമവിദഗ്ധരുടെ ഭിന്നാഭിപ്രായമുണ്ട്. കാരണം കലാപശ്രമം ഒരു സ്വപ്ന നടത്തിയിട്ടുള്ള 164 സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നീട് അതിന്റെ ചർച്ചകളാവുകയും പിന്നീട് മുഴുവൻ കാര്യങ്ങളും സ്വപ്ന വെളിപ്പെടുത്തിയിട്ടില്ല. ഇന്നലെയും രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോടതിയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ മറ്റു കാര്യങ്ങൾ പറയൂ എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ സ്വപ്ന നടത്താനാണ് ഉദ്ദേശിക്കുന്നത് സർക്കാർ. ഇത്തരത്തിൽ ഇവർ രണ്ടുപേരും ഇപ്പോൾ പാലക്കാട് തന്നെ തുടരുകയാണല്ലോ അല്ലെ? അവർ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു, HRDS വർക്ക് ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ മുഴുകുന്നു, ഒപ്പം ഈ കേസുമായി മുന്നോട്ട് പോകുന്നു, മൊഴി നൽകുന്നു. അത്തരത്തിൽ ഈ ഇന്നലെയൊക്കെ അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഈ വിഷയത്തെ വല്ലാത്ത തോതിൽ തങ്ങളെ സർക്കാർ വേട്ടയാടുന്നു എന്ന രീതിയിൽ അതിനെ പ്രതിരോധിക്കാൻ ഉറച്ചുകൊണ്ട് കൂടുതൽ ശക്തമായി തന്നെ സർക്കാരിനും മറ്റ് മുഖ്യമന്ത്രിക്കുമെതിരെ രംഗത്ത് വരുമെന്ന് തന്നെയാണല്ലോ. ഇന്നലെ വൈകുന്നേരം സരിത്ത് സംസാരിക്കുമ്പോഴും തന്നെ തട്ടിക്കൊണ്ടുപോവുകയും അത്തരത്തിൽ തന്നെ വല്ലാതെ പീഡിപ്പിക്കുകയും ചെയ്തു എന്നുള്ള വികാരം പങ്കുവച്ചിരുന്നു. സ്വാഭാവികമായും വരും ദിവസങ്ങളിലും ശക്തമായി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ തന്നെയല്ലേ ഇരുവരും? രഞ്ജിത്ത്, അത്തരം നിലപാട് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. ഇന്നലെ ഇവർ ആദ്യം രാവിലെ 9 മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം പിന്നീട് അവർ 11:00 പി സി ജോർജ് സ്വപ്നയുടെ കത്ത് വെളിപ്പെടുത്തിയതിനു ശേഷം കാണാം എന്നതായിരുന്നു പറഞ്ഞത്. അതിനിടയിലാണ് 11:15 സരിത്തിനെ തട്ടിക്കൊണ്ടുപോയി എന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. അത് പിന്നീട് വിജിലൻസ് ആണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ആ സംഭവത്തിന് ശേഷം അവർ പിന്നീട് കൂടുതൽ ഈ കാര്യത്തിൽ നമ്മളോട് കൂടുതൽ സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇന്നലെ KT ജലീലിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വൈകിട്ട് കേസെടുക്കുമ്പോൾ പോലും നമ്മൾ പ്രതികരണത്തിന് ശ്രമിച്ചിരുന്നു. ഇന്ന് പറയാം എന്നുള്ളതാണ്. നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് അതിനെ എങ്ങനെ നേരിടണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആലോചിച്ച് ഇന്ന് പ്രതികരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് സാധ്യതയുണ്ടാവും. ഒരുപക്ഷെ അത് നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും അത്തരമൊരു നിലപാടിലേക്ക് പോകുക. കാരണം 164 സ്റ്റേറ്റ്മെന്റ് നിലനിൽക്കുന്നിടത്തോളം അത് കോടതിയിൽ രഹസ്യമൊഴി നൽകിയ സാഹചര്യം അത് എത്രത്തോളം പുറത്തു പറയാൻ കഴിയും എന്നെല്ലാം സംബന്ധിച്ചുള്ള നിയമ തടസ്സങ്ങളുണ്ട്. അതെല്ലാം ആലോചിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുക. സുവി, ഏതായാലും ഈ രഹസ്യമൊഴി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 164 അനുസരിച്ച് കൊടുത്ത മൊഴി അത് നേടിയെടുക്കുക, അതിലുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ, അതിനപ്പുറമുള്ള കാര്യങ്ങൾ, ഈ മൊഴിയിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും സ്വപ്ന തുറന്നു പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായും അതിന് കോടതിയുമായി ബന്ധപ്പെട്ട നിയമ തടസ്സമൊക്കെ ഉണ്ട്. ചില കാര്യങ്ങൾ ഇനിയും തുറന്നു പറയാൻ ഇരിക്കുന്നു എന്ന് പറയുമ്പോഴും അതിന് കോടതിയുടെ അനുമതിയും വേണം. ഒപ്പം EDയുടെ നീക്കം വളരെ പ്രധാനപ്പെട്ടതാണ്, നിർണായകമാണ്. ഈ മൊഴി അവർക്ക് കോടതിയിൽ നിന്ന് അതിൻ്റെ പകർപ്പ് എടുക്കുക എന്നുള്ളത്, അത് EDയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അന്വേഷണ വഴികളിൽ കൃത്യമായി അത് വേണം താനും. അതിനുള്ള നീക്കം ED എപ്പോഴേക്ക് ആരംഭിക്കും?
രഞ്ജിത്ത്, ED ഈ കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാൻ ഇരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് സ്വപ്ന സുരേഷ്, സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളായ സ്വപ്ന സുരേഷ് ഒരു പുതിയ രഹസ്യമൊഴി എറണാകുളം ജില്ലാ കോടതിയിൽ നൽകുന്നത്. യഥാർത്ഥത്തിൽ ഈ പുതിയ രഹസ്യമൊഴി നൽകിയത് EDയുടെ അന്വേഷണത്തിന് സഹായകരമാകും എന്നാണ് ഒരു വിലയിരുത്തലുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ രഹസ്യമൊഴി വാങ്ങാനായിരിക്കും ED ശ്രമിക്കുക. അതിനുള്ള ശ്രമങ്ങൾ ED തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനായി ഒരു അപേക്ഷ എറണാകുളം ജില്ലാ കോടതിയിൽ നൽകണം. ആ അപേക്ഷ ഒരുപക്ഷെ ഇന്ന് അല്ലെങ്കിൽ നാളെയോ ഈ വരും ദിവസങ്ങളിൽ തന്നെ ED നൽകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രധാനമായും അതായത് കസ്റ്റംസിന്റെ കേസിലും NIAയുടെ കേസിലും സ്വപ്ന സുരേഷ് രഹസ്യമൊഴികൾ നൽകിയിരുന്നു. ഈ രഹസ്യമൊഴികൾ ഒന്നും തന്നെ EDക്ക് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ രഹസ്യമൊഴിയിൽ എന്തെല്ലാം വിവരങ്ങളാണ് ഉള്ളത്, അത് ഈ കേസിന് എത്രത്തോളം സഹായകരമാകും എന്നതുൾപ്പെടെയുള്ള വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് സ്വപ്ന സുരേഷ് സ്വയമേവ ഒരു രഹസ്യമൊഴി എറണാകുളം ജില്ലാ കോടതിയിൽ നൽകുന്നത്. അവർ അതിൽ പറയുന്ന ഒരു കാര്യം, തന്റെ ജീവന് ഭീഷണിയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല, മകൾ വീണ, അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ, നളിനി നെറ്റോ IAS, M ശിവശങ്കരൻ, മുൻ മന്ത്രി KT ജലീൽ തുടങ്ങിയവർക്ക് സ്വർണ്ണക്കടത്ത് കേസിൽ പങ്കുണ്ട് എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. പ്രധാനമായും ദുബായിലേക്ക് 2016 മുഖ്യമന്ത്രിയുടെ ആദ്യ വിദേശയാത്രാ സമയത്ത് ഒരു പെട്ടി കറൻസി കടത്തി എന്നും സ്വപ്ന സുരേഷ് പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ അവർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടില്ല. അത് സംബന്ധിച്ച വിശദാംശങ്ങളെല്ലാം തന്നെ ഈ രഹസ്യമൊഴിയിൽ ഉണ്ട് എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. ഈ സാഹചര്യത്തിൽ EDയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കേസിന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഈ രഹസ്യമൊഴി എടുക്കുക എന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ED തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതാണ് പ്രധാനപ്പെട്ട വിവരം. ഒപ്പം സജിത്ത്, ഈ രാഷ്ട്രീയമായ വലിയൊരു ആയുധം പ്രതിപക്ഷത്തിന് വീട് കിട്ടിയ സാഹചര്യം കൂടി സംസ്ഥാനത്തുണ്ട്. നേരത്തെ 3 അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച ഒരു കേസ് തെളിവ് കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞ് പ്രതിരോധിക്കുകയായിരുന്നു ഭരണപക്ഷവും മുഖ്യമന്ത്രിയും മറ്റും. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുന്നു. സ്വപ്ന സുരേഷ് ശക്തമായ പുതിയ വാദമുഖങ്ങളുമായി മുന്നോട്ട് വന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതനുസരിച്ചുള്ള നീക്കങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ടോ? വരും ദിവസങ്ങളിൽ ഏത് രീതിയിലാണ് ഇത് പൊതുജന മധ്യത്തിലെത്തിക്കാനും പ്രക്ഷോഭ പരിപാടികൾ രൂപപ്പെടുത്താനും ഒക്കെ അവർ ആലോചിക്കുന്നത്? രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ ശക്തമായ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുകയാണ് ഇടതുമുന്നണിയുടെ തന്ത്രം. അത് CPM നേതൃത്വം മാത്രമല്ല, CPI അടക്കമുള്ള മറ്റ് കക്ഷികളും പ്രധാന കക്ഷികളുമെല്ലാം മുഖ്യമന്ത്രിക്കടക്കം വലിയ പിന്തുണ ഇക്കാര്യത്തിൽ നൽകുന്നുമുണ്ട്. സ്വർണ്ണക്കടത്ത് കേസ് ആദ്യം ഉയർത്തിയ അതേ തരത്തിൽ തന്നെ രാഷ്ട്രീയ പ്രതിരോധം ഉയർത്തുക എന്നതാണ് ഇടതുമുന്നണിയുടെ നീക്കം. ഇതിൽ ഏറ്റവും പ്രധാനമായി PC ജോർജും സരിതയുമായുള്ള ഫോൺ സംഭാഷണം, ആ സംഭാഷണം പുറത്തുവിട്ടുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഗൂഢാലോചനാവാദങ്ങൾ പരസ്യമായി ഉന്നയിച്ചുകൊണ്ടുള്ള നീക്കമാണ് നടത്തുന്നത്. പ്രധാനമായും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ഗൂഢാലോചന നടന്നിരുന്നു. ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾക്ക് പിന്നിലെല്ലാം ഒരു സംഘപരിവാർ രാഷ്ട്രീയ അജണ്ടയുണ്ട്. ഒപ്പം തന്നെ സ്വപ്ന സുരേഷ് ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ സംഘപരിവാർ ബന്ധം ഇതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രതിരോധം തീർക്കുക, ഇതാണ് പരമാവധി ഇവർ നടക്കുന്ന നീക്കം. മറ്റൊന്ന്, ഈ സ്വപ്ന സുരേഷ് മുമ്പ് നൽകിയ മൊഴിയും ഇപ്പോൾ പുറത്തു പറയുന്ന മൊഴിയും തമ്മിലുള്ള വൈരുദ്ധ്യം, പല കാലങ്ങളിലായി അവർ മൊഴിയിൽ വൈരുദ്ധ്യം നടത്തിയിട്ടുണ്ട് എന്ന കാര്യം കോടതി തന്നെ പരാമർശിച്ചിട്ടുണ്ട് എന്നതാണ് ഇടതുമുന്നണി വാദം. ഈ വാദങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ശക്തമായ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുക എന്നതാണ് ഇടതുമുന്നണിയുടെ നീക്കം. അതേസമയം പ്രതിപക്ഷം ശക്തമായ നീക്കങ്ങളുമായി മുന്നോട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ബിരിയാണി വിവാദം എന്ന തരത്തിലേക്ക് ഈ വിഷയത്തെ തന്നെ ഏറ്റെടുത്തുകൊണ്ടാണ് UDF കേന്ദ്രങ്ങളൊക്കെ വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടി, സമരപരിപാടികൾ നടത്തുന്നത്. അത് തിരുവനന്തപുരത്ത് മാത്രമല്ല, സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലും ജില്ലാ കേന്ദ്രങ്ങളിൽ വലിയ പ്രതിഷേധ പരിപാടികളാണ് കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടത്. ഇന്നും സമാനമായ നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ആ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളുണ്ട്. ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് അടക്കം യൂത്ത് കോൺഗ്രസ് വലിയ തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ തരത്തിൽ വിവാദം ശക്തമായി തന്നെ സർക്കാരിനെതിരെ പ്രയോഗിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു. അതേസമയം അതേ തരത്തിൽ തന്നെ രാഷ്ട്രീയമായി അതിനെ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ഇടതുമുന്നണിയും ശക്തമായി തന്നെ രംഗത്തുണ്ട്. അതാണ് പ്രധാനപ്പെട്ട പ്രസാദ്. ഒപ്പം ഈ സരിത്തും ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ ഉണ്ടായ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ മുൻകരുതലുകൾ ഏതെങ്കിലും തരത്തിൽ ഭീഷണിയുണ്ട് പലതരത്തിൽ എന്നൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ, അതനുസരിച്ചുള്ള മുൻകരുതലുകൾ ഇവർ സ്വീകരിക്കുന്നുണ്ടോ? ഈ ഭീഷണിയുടെയൊക്കെ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നവർ ഇപ്പോഴും പറയുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എന്താണ്?
രഞ്ജിത്ത്, ഇന്നലെ ഉണ്ടായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സരിത്ത്, അതായത് തനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അത് ഇന്നലെ അദ്ദേഹം നൽകിയ സൂചന നിയമവിദഗ്ധരുമായി ആലോചിച്ച് നടപടി എടുക്കും എന്നുള്ളതാണ്. ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ പാലിക്കേണ്ട ഒരു നടപടിക്രമവും അത്തരത്തിൽ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. വിജിലൻസ് സാധാരണ ഇദ്ദേഹത്തെ അവിടുന്ന് പിടിച്ചുകൊണ്ടുപോകുന്ന സമയത്ത് മൂന്നാമതൊരാളെ, അത് അഭിഭാഷകനെയോ അല്ലെങ്കിൽ സരിത്തുമായി ബന്ധപ്പെട്ട അടുത്തുള്ള ആർക്കോ അത് ഒരു വിവരവും നൽകാൻ അവർ തയ്യാറായില്ല. പിന്നീട് സരിത്തിന്റെ ഫോൺ പിടിച്ചു വാങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ തുടക്കത്തിൽ ഒരു ആശയക്കുഴപ്പം സ്വപ്നയ്ക്കും നേരിട്ടത്. ആരാണ് കൊണ്ടുപോയത്, ഏത് ഏജൻസിയാണ് കൊണ്ടുപോയത് എന്ന് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയും വന്നില്ല. അതുകൊണ്ടുകൂടിയാണ് അവർ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളൊരു പ്രയോഗം നടത്തി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികാര നടപടി സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അത് സ്വപ്നയ്ക്കും സരിത്തിനുമെതിരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്നു. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുക, അത്തരത്തിൽ സർക്കാരിനെ തിരിച്ച് കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടെങ്കിൽ വെളിപ്പെടുത്തലുകൾ നടത്തി കൂടുതൽ തിരിച്ച് പ്രതിരോധത്തിലാക്കുവാനുള്ള ഒരു ശ്രമമായിരിക്കും എന്തായാലും വരും ദിവസങ്ങളിൽ സ്വപ്നയുടെയും സരിത്തിന്റെയും എല്ലാം തന്നെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. അതാണ് പ്രധാനപ്പെട്ട വിവരം. സുവി, ഇന്ന് ഈ ഇഡിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ നീക്കം ഉണ്ടാകുമോ ഈ വിഷയത്തിൽ? ഈ മൊഴി പകർപ്പെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകുമ്പോൾ സ്വാഭാവികം അതിനുള്ള നീക്കം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുമല്ലോ. മറ്റ് ഏതെങ്കിലും തരത്തിൽ ഈ പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ വിഷയത്തിൽ തുടരന്വേഷണം നടത്താനുള്ള സാഹചര്യം ഒരുങ്ങി വരുന്നുണ്ടോ? രഞ്ജിത്ത്, ഇഡിയുടെ രഹസ്യമൊഴിപ്പകർപ്പ്, സ്വപ്നയുടെ പുതിയ രഹസ്യമൊഴിപ്പകർപ്പ് ലഭിക്കാനുള്ള ശ്രമം ഇന്ന് തന്നെ ഇഡി തുടങ്ങും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിനുവേണ്ടി എറണാകുളം ജില്ലാ കോടതിയിൽ ഇന്ന് തന്നെ ഇഡി ഒരു അപേക്ഷ സമർപ്പിക്കും. ഈ സ്വർണ്ണക്കടത്ത് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ തന്നെയാണ് മൊഴിപ്പകർപ്പിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുക. ആ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ പുതിയ രഹസ്യമൊഴിയുടെ ഒരു പകർപ്പ് അന്വേഷണ ഉദ്യോഗസ്ഥന് ലഭിക്കും. അത് പരിശോധിച്ച ശേഷം ഈ ആരോപണ വിധേയരായവരെ ചോദ്യം ചെയ്യാനുള്ള ഒരു നടപടികളിലേക്ക് ഇഡി കടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അതിനുള്ള ശ്രമങ്ങൾ ഇന്നലെ വൈകിട്ടത്തോടുകൂടി തന്നെ തുടങ്ങിയിരുന്നു. ഇന്ന് എറണാകുളം ജില്ലാ കോടതിയിൽ അപേക്ഷ നൽകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും ഏറെ നിർണായകമാണ് ഈ നീക്കം. അങ്ങനെയാണെങ്കിൽ ഇതിൽ ആരോപണ വിധേയരായി നിൽക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ, ഭാര്യ, അതുപോലെ മകൾ, മുൻമന്ത്രി KT ജലീൽ, നളിനി നെറ്റോ IAS, M ശിവശങ്കരൻ, അതുപോലെ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ ഉൾപ്പെടെയുള്ളവരാണ്. ഇവരെ എല്ലാം തന്നെ ചോദ്യം ചെയ്യാൻ ഇഡി വിളിച്ചു വരുത്തുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇനി മറ്റെന്തെല്ലാം നീക്കങ്ങളിലേക്കാണ് ഇഡി പോവുക എന്നത് ഏറെ നിർണായകമാണ്. ഏതായാലും ഈ രഹസ്യമൊഴിപ്പകർപ്പ് എടുക്കാൻ തന്നെയാണ് ഇഡിയുടെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് ഇഡി കടക്കുന്നു എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രധാനമായും 2021 നവംബറിൽ ഇഡി സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്തിരുന്നു. 7-8 മണിക്കൂർ ചോദ്യം ചെയ്തതിന് ശേഷം സ്വപ്നയെ വിട്ടയക്കുകയായിരുന്നു. അതിനുശേഷം കൂടുതൽ നടപടികളിലേക്ക് ഇഡി കടക്കുകയുണ്ടായില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് സ്വയം തന്റെ ജീവന് ഭീഷണിയുണ്ട്, തനിക്ക് രഹസ്യമൊഴി നൽകണം എന്ന ആവശ്യവുമായി ജില്ലാ കോടതിയെ സമീപിക്കുന്നതും ഇങ്ങനെ ഒരു മൊഴിപ്പകർപ്പ്, അതായത് ഒരു രഹസ്യമൊഴി നൽകുന്നത്. അതിൽ അവർ പ്രധാനമായി സ്വപ്ന സുരേഷിന്റെ വാദം ഇതാണ്: ഈ സ്വർണ്ണക്കടത്ത് നടക്കുന്ന, അതായത് 2016 മുഖ്യമന്ത്രി ദുബായിലേക്ക് പോയ ആദ്യ വിദേശ യാത്രക്കിടെ ഒരു പെട്ടിയിൽ കറൻസി ദുബായിലേക്ക് കടത്തിയിരുന്നു എന്നാണ് സ്വപ്ന സുരേഷ് പ്രധാനമായും പറയുന്നത്. ഇതിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി അറിയാതിരിക്കുമോ എന്നൊരു മറുപടിയാണ് അവർ പറയുന്നത്. ഒപ്പം തന്നെ ജവഹർ നഗറിലുള്ള കോൺസുലേറ്റിന്റെ വസതിയിൽ വെച്ച് ബിരിയാണി ചെമ്പ് ക്ലിഫ് ഹൗസിലേക്ക് നിരവധി തവണ കൊണ്ടുപോയിരുന്നു. അപ്പോൾ അതിനകത്ത് ലോഹവസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നും സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് സ്വപ്ന സുരേഷ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ കൂടുതൽ വിവരങ്ങൾ ഈ രഹസ്യമൊഴിയിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കേന്ദ്ര ഏജൻസി എന്ന് പറയുന്ന കസ്റ്റംസ് ആണ്. കസ്റ്റംസ് ഈ കേസിൽ ഓൾറെഡി ഈ അന്വേഷണം വിചാരണ പൂർത്തിയാക്കി. അതായത് സ്വർണ്ണക്കടത്ത് കേസിൽ ഈ 30 കിലോ സ്വർണം കടത്തി എന്ന കേസിലാണ് കസ്റ്റംസ് എടുത്തിരിക്കുന്നത്. ആ കേസിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ ആരംഭിക്കാൻ ഇരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു പുതിയ വെളിപ്പെടുത്തലുമായി
വിവരവുമായി സ്വപ്ന വന്നിരിക്കുന്നത്. അത് ഈ 30 കിലോഗ്രാം സ്വർണം കടത്തിയതിന് മുൻപുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ കസ്റ്റംസ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ഇത് ഇപ്പോൾ രഹസ്യമൊഴി പകർപ്പ് കോടതിയുടെ കയ്യിലാണുള്ളത്. കോടതിയാണ് ആര് ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തണം എന്ന് നിർദ്ദേശിക്കേണ്ടത്. കോടതി അത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകുകയാണെങ്കിൽ അന്വേഷിക്കും എന്നുമാണ് കസ്റ്റംസിന്റെ വൃത്തങ്ങൾ പറയുന്നത്. സുവി വിശ്വനാഥ്, പ്രസാദ്, ഒപ്പം സജിത്ത് എന്നിവരാണ് വിവരങ്ങൾ പങ്കുവച്ചത്.